ഹേ ഗൈസ്, ചെറിയ കുട്ടികളും കൊണ്ട് ട്രിപ്പ് പോകുമ്പോൾ പാക്ക് ചെയ്യേണ്ട സാധനങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ട്രാവൽ പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ ട്രിപ്പുകളും പാക്ക് ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ ട്രിപ്പുകളും പോകാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ ഏജ്, എത്ര ദിവസത്തെ ട്രിപ്പാണ് എന്നതിനനുസരിച്ച് ആവശ്യമില്ലാന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ജൂഹി ടൈമിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം. ട്രിപ്പിന്റെ ഇടയിൽ നിങ്ങളുടെ കുഞ്ഞിന് പെട്ടെന്നൊരു ഫീവർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരാറുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം വരും, അതെല്ലാം എടുക്കണം. അതുകൂടാതെ ഒരു ബേസിക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാവർക്കും വേണ്ടി എടുത്തു വെക്കണം. പിന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ മെഡിസിൻസിന്റെ കൂടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടി എടുത്തു വെക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് കാണിച്ചു തരാം. ബാ. ഈ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയപ്പർ ബാഗ് പാക്കിംഗ് ഫോർ ബേബീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പാക്കിങ്ങിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് പോയി കാണണം. അഡീഷണൽ ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊക്കെ കുട്ടികളെ കൊണ്ട് ട്രിപ്പ് പോകുമ്പോഴേ എൻ്റെ പാക്കിങ്, എൻ്റെ ലഗേജ് കണ്ടിട്ട് കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട്, അല്ല നിങ്ങളിത് 2 ദിവസത്തെ ട്രിപ്പ് തന്നെയാണോ പോകുന്നത്, അതോ വീട് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ശരിക്കും ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് അറിയാം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫാക്ട് എന്താണെന്നുള്ളത്. കാരണം നമ്മൾ ഒരു ഫാമിലിയിൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പാക്ക് ചെയ്യുന്നത് ആ ഫാമിലിയിലെ ഏറ്റവും ചെറിയ മെമ്പർക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഒറ്റയ്ക്കൊരു സോളോ ട്രിപ്പ് പോവുകയാണെങ്കിൽ എൻ്റെ ബാഗ് വളരെ ചെറുതായിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ, കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അവർക്കാണ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത്. കാരണം അത് അവർ കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് അവരുടെ പാക്കിങ് ഇങ്ങനെ ചെറുതായി വരും. അത് നമ്മളെ ഗ്രാജുവലി നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബേബീസിനെ കൊണ്ട് 2 ദിവസത്തെ ട്രിപ്പ് പോവുകയാണെങ്കിലും 10 ദിവസത്തെ ട്രിപ്പ് പോവുകയാണെങ്കിലും ലഗേജ് ഒക്കെ ഏകദേശം ഒരേ സാധനങ്ങൾ തന്നെ ആയിരിക്കും. ഡേയ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലോത്തിന്റെ എണ്ണം കൂടുക എന്നുള്ള ഒരു വ്യത്യാസമേ കാണുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഒരു ട്രിപ്പ് പോകുമ്പോൾ, കുട്ടികളെയും കൊണ്ട് ട്രിപ്പ് പോകുമ്പോൾ അതിന്റെ പാക്കിംഗ് ആണ് ശരിക്കും നമ്മളുടെ ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യണോ ഇല്ലേ എന്നുള്ള തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം പാക്ക് ചെയ്ത് പോയാൽ നിങ്ങളുടെ ട്രിപ്പിന്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ വന്നാൽ, എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ, എന്തെങ്കിലും എമർജൻസികൾ വന്നാൽ, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രിപ്പ് വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും എടുത്തില്ല, ഒരു മരുന്ന് എടുത്തില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് നിങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സ്ട്രാ ഡ്രസ്സ് എടുത്തില്ല, കുട്ടികളാവുമ്പോൾ അതിലെന്തെങ്കിലും ആവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് മതിയാവും. ചിലപ്പോൾ ആ ട്രിപ്പ് മുഴുവൻ ആ കുട്ടി നനഞ്ഞിരിക്കും, അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാണ്ടിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് പാക്കിങ്ങിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതുപോലുള്ള പാരന്റിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ ജുഹി ടൈം എന്ന എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെനിക്കൊരു വലിയൊരു സപ്പോർട്ട് തന്നെയായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.